സന്ദീപ് മാഷിന് ഇത്തവണ ഇരട്ടി മധുരമാണ്. ശിഷ്യനായ ലെനിനും മകനായ മഹാദേവനും കഥകളി സംഗീത മത്സരത്തിൽ നേടിയത് എ ഗ്രേഡ്. മഹാദേവൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ലെനിൻ ഹൈസ്കൂൾ വിഭാഗത്തിലുമാണ് വിജയം കരസ്ഥമാക്കിയത്. തുടർച്ചയായി 3-ാം തവണയാണ് മഹാദേവന് കഥകളി സംഗീത മത്സരത്തിൽ എ ഗ്രേഡ് ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി സംഗീതത്തിൽ തുടർച്ചയായി ഹാട്രിക് അടിച്ചിരിക്കുകയാണ് മഹാദേവൻ. അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീതത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ലെനിൻ. രണ്ടുപേരുടെയും ഒരു ഗുരുനാഥനാണ് സന്ദീപ് സാർ. പറയൂ, രണ്ടുപേർക്കും ഇപ്പോൾ എ ഗ്രേഡാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇരട്ടി മധുരമാണല്ലേ? അതെ, ശിഷ്യനും മകനും രണ്ടുപേർക്കും എ ഗ്രേഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മോനിപ്പോൾ 3-ാമത്തെ വർഷമാണ്. ഇയാൾ ആദ്യമായിട്ടാണ് ഇത്തവണ കഥകളി സംഗീതം കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. ആദ്യ ചാൻസിൽ തന്നെ സംസ്ഥാന കലോത്സവത്തിൽ വരാൻ പറ്റിയ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയുണ്ടായി? ഫസ്റ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ? നല്ല എക്സ്പീരിയൻസ് ആണ്. കോമ്പറ്റീഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രാക്ടീസ് ചെയ്ത പോലൊക്കെ പാടാൻ പറ്റുമോ? പറ്റി പാടാൻ. ബാക്കി എന്തെങ്കിലും പരിപാടികൾ കണ്ടോ? ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടോ? ഇല്ല, ഇവിടെ വേറെ ഒന്നും പോകാൻ പറ്റിയില്ല. കാരണം ഇവരുടെ ഉച്ചയ്ക്കായിരുന്നു പ്രോഗ്രാം. ഇപ്പോൾ ഡിലേ ആയി. അതിനുശേഷം ഹയർ സെക്കൻഡറി തുടങ്ങി. ഇത് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ 12 മണി മുതൽ ഞങ്ങളിപ്പോൾ വരെ ഇവിടെയാണ്. അത് കാരണം ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. അത് കാരണം പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ, ഇനി വേണം അങ്ങോട്ട് പോകാനായിട്ട്. നാളൊരു ദിവസം കൂടി ഉണ്ട്. അപ്പോൾ മാക്സിമം വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതെയോ? മഹാദേവൻ തുടർച്ചയായി 3-ാം തവണയാണ് എ ഗ്രേഡ് വാങ്ങുന്നത്. വളരെ സന്തോഷം. കരസ്ഥമാക്കിയതിൽ ഒരു ചെറിയൊരു സന്തോഷമുണ്ട്. പ്രാക്ടീസ് ചെയ്ത പോലൊക്കെ പാടാൻ കഴിഞ്ഞായിരുന്നോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ പാടാൻ പറ്റി. രണ്ടുപേർക്കും എങ്ങനെയായിരുന്നു ജില്ലാതലത്തിലെ മത്സരങ്ങളൊക്കെ? കടുപ്പായിരുന്നോ? അല്ല, കുഴപ്പമില്ലായിരുന്നു, നല്ല മത്സരമായിരുന്നു. ചെറിയ ടഫ് ഉണ്ടായിരുന്നു, എങ്കിലും നന്നായിട്ട് തന്നെ മത്സരിക്കാൻ പറ്റി. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ രണ്ടുപേരും കോട്ടയം ജില്ലയിൽ നിന്നാണല്ലേ? പാലക്കാട് കഥകളി സംഗീതത്തിനൊരു വെല്ലുവിളിയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ലതും ഫീൽ ചെയ്തോ? ഇങ്ങനെ വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല, എങ്കിലും ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ടഫായിട്ട് തോന്നി. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഇവിടെ ഈ എ ഗ്രേഡ് ആയതുകൊണ്ട് കുട്ടികൾക്ക് സംസ്ഥാന കലോത്സവം ഇപ്പോൾ വലിയ വെല്ലുവിളിയല്ല. റവന്യൂ കലോത്സവമാണ് ഇപ്പോൾ വെല്ലുവിളി. ഇപ്പോൾ നമ്മൾ ഏകദേശം 99% കുട്ടികൾക്കും എ ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറി ഒരു കുട്ടിക്ക് മാത്രമേ ഉള്ളൂ സി ഗ്രേഡ് ആയപ്പോഴുള്ളൂ. ബാക്കി എല്ലാവർക്കും എ ഗ്രേഡ് ഉണ്ട്. റവന്യൂവിൽ മാത്രം ആണിപ്പോൾ കോമ്പറ്റീഷൻ ശരിക്കും. കാരണം 1-ാം സ്ഥാനം ഉള്ളവർക്ക് മാത്രമേ സംസ്ഥാന കലോത്സവത്തിൽ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്താണ് കുട്ടികൾ എന്തായാലും സംസ്ഥാന കലോത്സവം പങ്കെടുക്കുക. കാരണം ആർക്കും സങ്കടം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇനി ഫ്യൂച്ചർ പരിപാടികൾ? എല്ലാവരും സംഗീതമായിട്ട് മുന്നോട്ട് പോകാനാണോ? വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പ്ലാൻ? ഇത് മുന്നോട്ട് പോവാം. എനിക്ക് ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട്. വീണ്ടും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. താങ്കളും അപ്പോൾ സംഗീതമാണ്? തീർച്ചയായും സംഗീതം എന്തായാലും കൂടെ ഉണ്ടാവും. ചിലപ്പോൾ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയിട്ടാണെങ്കിലും. അപ്പോൾ എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി പണ്ടത്തേക്കാൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ആസ്വദിച്ച് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവരിൽ നിന്നും അറിയാനായിട്ട് കഴിയുന്നത്. ക്യാമറാമാൻ ജിഷ്ണു കേരളപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.